ഇന്നത്തെ ഗോസ്പൽ ഒരു യാത്രയാണ്. 72 പേര് തനിക്ക് മുമ്പേ യേശു പല പട്ടണങ്ങളിലേക്ക് വിടുന്നു. അതിൽ യേശു പ്രാർത്ഥിക്കാനായിട്ട് പറയുന്ന ഒറ്റ പോയിൻ്റ് ഇതാണ്: കൊയ്ത്തുകാർ വളരെയാണ്, വേലക്കാരോ ചുരുക്കമാണ്. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. കൃത്യമായിട്ട് യേശു പ്രാർത്ഥിക്കാൻ പറയുന്ന പോയിൻ്റ് മനസ്സിലായില്ലേ? അതായത് കൊയ്ത്ത് വളരെയുണ്ട്, വേലയ്ക്കാളാണില്ലാത്തത്. നമ്മൾ ചിന്തിക്കണം, ഈ വേലയ്ക്കാണ് ആൾ വേണ്ടത്, അല്ലാതെ ഭരണം നടത്താനല്ല ആൾ വേണ്ടത്. ഓരോ ക്രൈസ്തവനും വേലക്കാരനാണ്, കർത്താവിൻ്റെ വേലക്കാരൻ. അവൻ കർത്താവിന് വേണ്ടി പണിയെടുക്കേണ്ടവനാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മളെല്ലാവരുടെയും ജോലി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജോലിയെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവിന് വേണ്ടി അവൻ്റെ പണി അവന് മുമ്പേ പോയി ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എത്ര പേരോടാണ് സുവിശേഷം പറഞ്ഞിട്ടുള്ളത്? എത്ര പേരാ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് അവരെ കർത്താവിൻ്റെ സ്നേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്? മതപരിവർത്തനമല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് നിങ്ങൾ അനുഭവിച്ച സ്നേഹത്തെ, നിങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ എത്ര പേരോട് കൈമാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? പോട്ടെ, അറിയാത്തവരോട് പറഞ്ഞ കണക്കൊക്കെ മറന്നു കളയോ? ഈ വീടിനകത്ത് തന്നെ നമ്മൾ എന്തുമാത്രം ക്രിസ്തുവിനെ കൈമാറുന്നുണ്ട്? നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവിനെ കൈമാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ വേല മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ? യേശു എന്ന് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. നമ്മളൊക്കെ പറഞ്ഞ പണി കൃത്യമായിട്ട് എടുക്കേണ്ടവരാണ്. സ്നേഹമുള്ളവരെയും, നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പേരാണ് ക്രിസ്തു. അവൻ നമ്മളെ കാണുന്നത് വേലക്കാരായിട്ടല്ല, പക്ഷെ നമ്മൾ അവനെ തിരിച്ച് കാണേണ്ടത് ഒരു യജമാനെ കണക്കാണ്. ഒരു യജമാനോടെന്ന പോലെ നമ്മൾ അവന് വേണ്ടി പണിയെടുക്കണം, അഹോരാത്രം പണിയെടുക്കണം. പണിയെടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി പിന്നാലെ വരുന്ന ഒരുത്തനുണ്ട്. നമുക്ക് വേണ്ടി ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിൽ, ഈ ജീവിതയാത്രയ്ക്കിടെ സങ്കടങ്ങൾക്കിടയിൽ, വേദനകൾക്കിടയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ കെൽപ്പുള്ള നമ്മുടെ ദൈവം. അതുകൊണ്ട് ഏതൊരു വഴിയാത്രയിലും ഇരുട്ടിലാകാതിരിക്കാൻ, ഒറ്റയ്ക്കാകാതിരിക്കാൻ, സങ്കടത്തിൽ വീണു പോകാതിരിക്കാൻ, പിന്നാലെ ഒരുവൻ വെളിച്ചമായവൻ വരുന്നുണ്ടെന്ന വലിയ വിശ്വാസം ഉണ്ടാകുമ്പോൾ അവന് വേണ്ടി ധൈര്യപൂർവ്വം പണിയെടുക്കാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിനായി വേല ചെയ്തിടണം, യേശുവൻ ഹൃത്തിലുണ്ടാവണം, യേശുവിൻ്റേതായി മാറണം, യേശുവൻ വീട്ടിലും വാഴണം, സ്നേഹമായി യേശു വന്നു വാഴണം. യേശുവിനായി വേല ചെയ്തിടണം, യേശുവൻ ഹൃത്തിലുണ്ടാവണം, യേശുവിൻ്റേതായി മാറണം, യേശുവൻ വീട്ടിലും വാഴണം, സ്നേഹമായി യേശു വന്നു വാഴണം. സാക്ഷിയായി ദീപമാകുവാൻ, യേശുവിൻ ഹിതത്തിനായി നിശബ്ദമാകുവാൻ, യേശുവിൻ സാക്ഷിയായി ദീപമാകുവാൻ, യേശുവിൻ ഹിതത്തിനായി നിശബ്ദമാകുവാൻ, യേശുവിൻ വചനത്തിൻ ശബ്ദമാകുവാൻ, യേശുവിൻ്റെ കൃപകളേകണേ, സഫലങ്ങൾ പൂത്തു നീക്കും ഭവനമാക്കണേ.
കൃപകളേകണേ ലോകമോഹബന്ധനങ്ങൾ നീക്കിടേണമേ യേശുവിനായി വേല ചെയ്തിടണം യേശു എൻ ഹൃത്തിലുണ്ടാവണം യേശുവിൻ്റേതായി മാറണം യേശുവൻ വീട്ടിലും വാഴണം സ്നേഹമായി യേശു വന്നു വാഴണം യേശുവിനായി വേല ചെയ്തിടണം യേശു എൻ ഹൃത്തിലുണ്ടാവണം യേശുവിൻ്റേതായി മാറണം യേശുവൻ വീട്ടിലും വാഴണം സ്നേഹമായി യേശു വന്നു വാഴണം